വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. നമ്മുടെ ഇംഗ്ലീഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഇംഗ്ലീഷിന്റെ ഫസ്റ്റ് യൂണിറ്റ് 12th ഇംഗ്ലീഷിന്റെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡത്തിലെ 2 ചാപ്റ്റേഴ്സ് പഠിച്ചു. നമ്മൾ എനി വുമൻ പഠിച്ചു, 3 എൽസ് ഓഫ് എംപവർമെന്റ് പഠിച്ചു. അപ്പം ഇനി നമുക്ക് വിമൻ എംപവർമെന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ചാപ്റ്ററിന്റെ പേര് മാച്ച് ബോക്സ് എന്നാണ്. ഇതിന്റെ റൈറ്റർ ആശാപൂർണ ദേവിയാണ്. ഓക്കെ, അപ്പോൾ ഈ മാച്ച് ബോക്സ് എന്ന് ഇതിന് പേര് കൊടുക്കാൻ കാര്യം എന്തായിരിക്കും? മാച്ച് ബോക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്, അല്ലേ? ഇപ്പൊ നമുക്ക് എന്ത് തീ ഉണ്ടാക്കണമെങ്കിൽ ആ ഒരു കുഞ്ഞു മാച്ച് ബോക്സ് മതി, അല്ലേ? ആ തീക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമ്മുടെ കിച്ചണിൽ നമുക്ക് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് വലിയൊരു ഫോറസ്റ്റ് കത്തിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു വലിയ തീ ഉണ്ടാക്കണമെങ്കിൽ, ഒരു വലിയ ഡിസാസ്റ്റർ ആയിട്ട് വരെ അത് മാറാം, അല്ലേ? പക്ഷെ നമ്മൾ മാച്ച് ബോക്സിന് അത്രയും ഒരു ഇമ്പോർട്ടൻസ് നമ്മുടെ ലൈഫിൽ കൊടുക്കാറുണ്ടോ? ഇല്ല. മാച്ച് ബോക്സിന് ഇത്രയൊക്കെ കഴിവുകൾ ഉണ്ടായിട്ടും, മാച്ച് ബോക്സ് ഇത്ര പവർഫുൾ ആയിട്ടും നമ്മൾ അത്ര ഒരു ഇമ്പോർട്ടൻസ് നമ്മുടെ ലൈഫിൽ കൊടുക്കാറില്ല. അപ്പം സ്ത്രീകളുടെ ലൈഫ് അങ്ങനെയാണോ എന്നാണ്, അങ്ങനെ ഒരു കമ്പാരിസൺ ആണ് ഇവിടെ ആശാപൂർണ ദേവി നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഞാൻ ഇതിന്റെ ഓരോ സെന്റൻസ് വായിച്ചിട്ട് അതിന്റെ മീനിങ് പറയാനിരിക്കുവാണെങ്കിൽ ഒത്തിരി നമ്മുടെ ലെങ്ത് കൂടി പോകും വീഡിയോയുടെ. അപ്പൊ ഞാനൊരു പാരഗ്രാഫ് വായിച്ചിട്ട് അതിന്റെ മീനിങ് പറയാം മലയാളത്തിൽ. ഓക്കെ. I always compare women to matchboxes. Why? Because of the way matchboxes are. Even though they have enough gunpowder to set 100 lengas aflame, they sit around meek and innocent. In the kitchen, in the pantry, in the bedroom, here, there, anywhere. Women too are exactly the same. അപ്പൊ എന്താ പറയുന്നത്? മാച്ച് ബോക്സിന് ഞാനിപ്പോ പറഞ്ഞ സെയിം കാര്യം തന്നെ. മാച്ച് ബോക്സിന് ഇത്രയൊക്കെ കഴിവുകളുണ്ട്, അല്ലെങ്കിൽ എന്താ, മാച്ച് ബോക്സ് അത്ര പവർഫുൾ ആണ്. പക്ഷെ മാച്ച് ബോക്സിന് നമ്മൾ എവിടെ ഇങ്ങനെ എറിഞ്ഞിടുക, നമ്മൾ കിച്ചണിൽ എവിടെയെങ്കിലും ഇടും, കുറച്ച് കഴിയുമ്പോൾ അത് കാണാതെ പോകും. അങ്ങനെ നമ്മൾ മാച്ച് ബോക്സിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. അപ്പൊ സ്ത്രീകളുടെ ജീവിതവും അങ്ങനെ തന്നെയാണ് എന്നാണ് ഈ ആശാപൂർണ ദേവി പറയുന്നത്. അതുകൊണ്ട് മാച്ച് ബോക്സുമായിട്ടാണ് വിമനെ ഇവിടെ റൈറ്റർ കമ്പയർ ചെയ്തേക്കുന്നത്. അതിന്റെ റീസൺ ആണ് താഴെ പറഞ്ഞത്. You want an example? നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ വേണോ? Then look carefully at the enormous 3-story house in front of us. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ ഒരു 3 നില ബിൽഡിംഗ് ഉണ്ട്, അതൊരു വീടാണ്. അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സൺഡേ മോർണിംഗ്, സൺഡേ രാവിലെയാണ്. The washerman has come and is waiting. അപ്പൊ അവിടെ തുണി അലക്കാനായിട്ട് ഇങ്ങനെ ആളുകൾ കൊടുക്കും. നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പോൾ നമ്മൾ തന്നെയായിരിക്കും തുണി അലക്കുന്നത്. പക്ഷെ വലിയ വലിയ വീടുകളിൽ അവിടെ ആൾക്കാർ വന്നിട്ട് അവരുടെ ഡ്രസ്സൊക്കെ കളക്ട് ചെയ്ത്, ഡേർട്ടി ആയിട്ടുള്ള ഡ്രസ്സൊക്കെ കളക്ട് ചെയ്തിട്ട് അവർ കൊണ്ടുപോയി അലക്കിയിട്ട് തിരിച്ചു കൊണ്ട് കൊടുക്കും. അപ്പൊ അങ്ങനെ ഇതൊരു വലിയ വീടാണല്ലോ, 3 നില വീടാണ്, വലിയ വീടാണ്. അപ്പൊ അവിടെ ഇതുപോലെ ഒരാള് അലക്കാനായിട്ടുള്ള തുണി വാങ്ങാനായിട്ട് വന്നിട്ടുണ്ട്. Moments before handing over a heap of Aj's dirty clothes to the washerman, Nomita goes to the pockets one last time and discovers the letter. അപ്പൊ എന്താണ്, അവിടുത്തെ അജിത്ത് എന്ന് പറയുന്ന ആളുടെ ഇങ്ങനെ മോശം ആയ അല്ലെങ്കിൽ മുഷിഞ്ഞ തുണികൾ അലക്കാൻ കൊടുക്കുന്നതിന് മുമ്പ് നോമിത എന്നാണ് നമ്മുടെ ഇതിലെ ക്യാരക്ടറിന്റെ പേര്. നോമിത അജിത്തിന്റെ പോക്കറ്റിൽ എന്തെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ നമ്മൾ തുണി അലക്കുന്നതിന് മുമ്പ് നോക്കുമല്ലോ, പോക്കറ്റിൽ എന്തെങ്കിലും ഉണ്ടോ, പൈസയോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നോമിത നോക്കിയപ്പോ അതിനകത്തൊരു ലെറ്റർ കണ്ടു. ഓക്കെ. എ ട്വിസ്റ്റഡ് crumpled envelope with its mouth torn and on the envelope Nomita's name. അപ്പൊ അതെന്തായിരുന്നു, അതിങ്ങനെ ചുരുട്ടിയതും ഇങ്ങനെ അതിന്റെ മൗത്ത്, അതായത് ലെറ്റർ വരുമ്പോൾ നിങ്ങൾ ലെറ്റർ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ഓപ്പൺ ചെയ്തെടുക്കുമല്ലോ, അതിന്റെ മോൾ ഭാഗം, അതാണ് അതിന്റെ മൗത്ത് ഇങ്ങനെ കീറിയിരുന്നു. പിന്നെ എൻവലപ്പിൽ ആരുടെ പേരായിരുന്നു? നോമിതയുടെ പേരായിരുന്നു. അപ്പോ അതെന്താണെന്നറിയാൻ നോമിതയ്ക്ക് ഒരു ഇത് കാണുമല്ലോ, നോമിതയുടെ പേരിൽ വന്ന ലെറ്ററാ. A flame goes up in all Nomita's nerves and veins. She drops the clothes in her hand and sits on the bed to open the letter. The first thing she looks at is the date. Going by the date, the letter must have come about 3 days earlier. അപ്പൊ നോമിതയുടെ മനസ്സിലൊരു തീ വന്നു. എന്ന് വെച്ചാൽ നോമിതയ്ക്ക് വന്ന ലെറ്റർ ആണ്, നോമിത അത് കണ്ടിട്ടില്ല. അപ്പൊ നോമിതയ്ക്ക് ഒരു ദേഷ്യമൊക്കെ വന്നിട്ട് നോമിത എന്ത് ചെയ്തു, കയ്യിലിരുന്ന തുണിയെല്ലാം അവിടെ ഇട്ടിട്ട് അവിടെ ബെഡിലിരുന്നു, ആ ലെറ്റർ തുറന്നു. അപ്പൊ ആദ്യമായിട്ട് അവൾ നോട്ടീസ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാല് അതിന്റെ ഡേറ്റ് ആയിരുന്നു, ലെറ്റർ വന്ന ഡേറ്റ്. അപ്പൊ അത് 3 ദിവസം മുമ്പ് വന്ന ലെറ്റർ ആണ്. പക്ഷെ നോമിത അത് കണ്ടിട്ടില്ല.
She turns over the envelope and matches the postmark to the date. That too bears the same witness. അപ്പോൾ പോസ്റ്റ്മാർക്കിൽ ഉണ്ടായിരുന്ന ഡേറ്റ് നോക്കി, അപ്പോഴും മനസ്സിലായി ഇത് നേരത്തെ വന്ന ലെറ്റർ ആണ്, പക്ഷെ അവൾ അത് കണ്ടിട്ടില്ല. Yes, the letter came 3 days ago. Ajit has opened it and read it, then crumbled it and twisted it and dropped it into his pocket and left it there. Hasn't felt the need to mention it even once to Nomita. അപ്പൊ അജിത്ത് എന്ത് ചെയ്തു? അത് തുറന്നു, അത് വായിച്ചു, എന്നിട്ട് എന്ത് ചെയ്തു? അത് ചുരുട്ടി, അത് ട്വിസ്റ്റ് ചെയ്തിട്ട് പോക്കറ്റിൽ ഇട്ടിട്ട് അത് അവിടെ വെച്ചിട്ട് പോയി. അപ്പൊ എന്ത് ചെയ്തു? ഒരിക്കലൊന്നും നോമിതയോട് അങ്ങനെ ലെറ്റർ വന്നിരുന്നു അല്ലെങ്കിൽ വന്നു എന്ന് പോലും പറയേണ്ടതായിട്ട് ഒരു ആവശ്യം ഉണ്ടെന്ന് അജിത്തിന് തോന്നിയില്ല. The flame that had gone up top now burned steadily, hissing, sounding its note on each of her mind strings. അപ്പൊ നോമിതയ്ക്ക് നേരത്തെ ദേഷ്യം വന്ന ദേഷ്യം കൂടി, കാരണം 3 ദിവസം മുമ്പ് വന്നിട്ട് ഇതുവരെ ഒരു കാര്യം പറഞ്ഞില്ല, അത് വായിച്ചിട്ട് ചുരുട്ടി അവിടെ ഇട്ടു. അപ്പൊ നോമിതയ്ക്ക് പിന്നെ ദേഷ്യമായി. Because this incident is not a casual oversight, it's deliberate. Ajit's nature is exactly like that. അപ്പം അജിത്തിന്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. അതായത് പണ്ടും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. Somehow he's gained possession of the key to the letterbox, fishing it through the gaps among the 52 hands of his joint family, and whenever there is a letter with Nomida's name on the envelope, he opens and reads it first, and only then does he give it to her. It's possible that oftentimes he doesn't give it to her at all. At last, that's a suspicion that has taken deep root in Nomida's mind. അപ്പൊ എങ്ങനെയാണ് ഈ ലെറ്റർ ബോക്സിൽ അജിത്ത് എപ്പോഴും പോയി ഇങ്ങനെ നോക്കും. അപ്പൊ 52 ഹാൻഡ്സ് ഓഫ് ദിസ് ജോയിന്റ് ഫാമിലി എന്ന് പറഞ്ഞാല് അതൊരു ജോയിന്റ് ഫാമിലിയാ, വലിയൊരു ഫാമിലിയാണ്. അവിടെ 52 പേരുണ്ട്. അതാണ് 52 ഹാൻഡ്സ് ഓഫ് ജോയിന്റ് ഫാമിലി എന്ന് പറയുന്നത്. അപ്പം അവിടെ 52 പേരുണ്ടെങ്കിലും ഈ നോമിതയുടെ പേരില് എപ്പോ ഒരു ലെറ്റർ വന്നാലും അജിത്ത് പോയി അത് എടുക്കും. എങ്ങനെയോ ആദ്യം പോയി എടുക്കും. എടുത്തിട്ട് അത് തുറന്ന് അത് വായിക്കും. എന്നിട്ട് മാത്രമേ നോമിതയ്ക്ക് കൊടുക്കാറുള്ളൂ. ചില സമയത്തോ ഇപ്പൊ സംഭവിച്ച പോലെ കൊടുക്കാറേ ഇല്ല. അത് മാത്രമല്ല പറയാറ് പോലുമില്ല ചിലപ്പോ. അപ്പൊ നോമിതയ്ക്ക് അതൊക്കെ ആയപ്പോഴത്തേക്ക് നോമിതയ്ക്ക് ഇങ്ങനെ ഭയങ്കര ദേഷ്യമൊക്കെ വന്നു. Even though to this day Ajit cannot truthfully make the claim that he's been able to discover any letter in the slightest degree suspicious. Still this ugly habit of his won't go. അപ്പം അജിത്തിന് സംശയിക്കേണ്ട രീതിയിൽ ഇതുവരെ അങ്ങനെ ഒരു ലെറ്റർ വന്നിട്ടില്ല വീട്ടില്. ഓക്കെ, ചെറിയൊരു സംശയത്തിന്റെ കാര്യം പോലും വരേണ്ട രീതിയിലുള്ള ഒരു ലെറ്റർ നോമിതയ്ക്ക് ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ ഇപ്പോഴും ഈ അഗ്ലി ഹാബിറ്റ്, ഈ മോശം സ്വഭാവം ഇപ്പോഴും അജിത്തിന്റെ മാറിയിട്ടില്ല. Now with Nomida's anger, not with her taking offense, not with bitter reproaches, her trying to shame him, sarcasm, not with anything. If she mentions it, first he tries to laugh it away, and if laughter doesn't get him out of deep water, he scolds her. അപ്പൊ എന്താ, നോമിത ഇത് പറയും, അജിത്തിനോട് പറയും, ഒരു തമാശ എന്ന രീതിയിലോ അല്ലെങ്കിൽ ഇങ്ങനെ കളിയാക്കുന്ന രീതിയിലൊക്കെ ഒന്ന് പറയും. പക്ഷെ എന്ത് ചെയ്യും, അജിത്ത് അതൊക്കെ ചിരിച്ച് തള്ളിക്കളയും. ഇങ്ങനെ ചുമ്മാ ചിരിക്കും. എന്നിട്ട് ചിരിച്ചിട്ട് ഇവൾ അത് വിടുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ ലാസ്റ്റ് അടവാണ് എന്ത്, ദേഷ്യപ്പെടും. She sits perfectly still for a minute and reads the letter through. It's nothing much, a letter from Nomida's mother. അപ്പോൾ നോമിത അവിടെ ഇരുന്നിട്ട് ആ ലെറ്റർ വായിക്കാൻ തുടങ്ങി. ആ ലെറ്റർ എന്തായിരുന്നു? ഒന്നുമില്ല, അവളുടെ അമ്മ എഴുതിയ ഒരു ലെറ്റർ ആണ്. നോമിതയുടെ അമ്മ എഴുതിയ ഒരു ലെറ്റർ ആണ്. It's a standard speech the good woman has once again placed on the record, the news of her various hardships and complaints getting worse, misfortune upon misfortune. The ceiling of her room is cracked and the rainwater falls through the ceaseless streams. If this is not immediately remedied, she will have to die crushed under the weight of a collapsed roof. Of course, she does not dread that eventuality. Her daughter is a queen, her son-in-law high-minded, large-hearted, therefore, etc., etc., etc. ഓക്കെ, അപ്പൊ എന്താണ് എഴുതിയേക്കുന്നത്? ഈ നോമിതയുടെ അമ്മയുടെ വീട്ടില് അവിടെ അവരുടെ റൂഫ്, അതായത് മേൽക്കൂര, വീടിന്റെ മേൽക്കൂര ഇങ്ങനെ തകർന്നിട്ട് അതിങ്ങനെ ചോരുവാണ്. അതിലൂടെ ഇങ്ങനെ മഴവെള്ളം അവരുടെ വീട്ടിനകത്ത് വീണോണ്ടിരിക്കുകയാണ്. അപ്പോ ഇനിയും അത്
ശരിയാക്കിയിട്ടില്ലെങ്കിൽ ആ മേൽക്കൂര തകർന്നു വീണ് ഇവരുടെ മുകളിൽ വീണിട്ട് ഇവർ മരിക്കാൻ വരെ സാധ്യതയുണ്ട്. അപ്പൊ അതാണ് അങ്ങനത്തെ കംപ്ലൈന്റ്സും അവരുടെ ഹാർഡ്ഷിപ്സ് അവരുടെ ബുദ്ധിമുട്ടുകളും ഒക്കെയാണ് അവർ ഈ ലെറ്ററിൽ എഴുതിയിരുന്നത്. അപ്പോൾ എന്താ പക്ഷെ പ്രശ്നം? അവർ ചിന്തിക്കുന്നത് അവരുടെ ഡോട്ടർ ഒരു ക്യൂൻ ആണ്, അതായത് ഒരു രാജ്ഞിയെ പോലാണ് ജീവിക്കുന്നത്. അവരുടെ സൺ ഇൻ ലോ, അതായത് ഈ പറയുന്ന അജിത്ത് ഹൈ മൈൻഡഡ്, ലാർജ് ഹാർട്ടഡ് ഒക്കെയാണെന്നാണ് അവർ വിചാരിക്കുന്നത്. അതായത് നല്ല മനസ്സുള്ള ഒരു നല്ലൊരു ആളാണെന്നാണ് അവർ വിചാരിക്കുന്നത്. കാരണം എന്താണ്? നോമിത ഒരിക്കലും അവളുടെ വീട്ടിൽ പറഞ്ഞിട്ടില്ല അജിത്ത് ഇങ്ങനത്തെ ഒരാളാണ്, അല്ലെങ്കിൽ എനിക്ക് വരുന്ന ലെറ്റർ വരെ പൊട്ടിച്ച് വായിക്കുന്ന സംശയമുള്ള ഒരാളാണ്, എനിക്ക് ലെറ്റർ തരാറ് പോലും ഇല്ല എന്നൊന്നും നോമിത ഒരിക്കലും പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ അമ്മയുടെ മനസ്സിൽ എന്തായിരിക്കുന്നത്? വലിയ മനസ്സുള്ള ഒത്തിരി പൈസയൊക്കെ ഉള്ള ഒരാള്. അപ്പൊ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഈ ബുദ്ധിമുട്ട് മാറും, അല്ലെങ്കിൽ എന്റെ വീടിന്റെ മേൽക്കൂര മാറ്റി വെക്കാൻ പറ്റും എന്ന് അവർ ചിന്തിക്കുന്നു. അതുകൊണ്ടാണ് അവർ ആ ലെറ്റർ എഴുതിയത്. An indigent widow without husband or son, she was successful in consigning her daughter to a wealthy family's house on the strength of looks alone. But the good lady has never stopped taking credit at the slightest opportunity for her skill in the matter, and she has been finding such opportunities all along. അപ്പോൾ അവരൊരു വിഡോ ആണ്, അതായത് അവരുടെ ഭർത്താവ് മരിച്ചുപോയി, അവർക്ക് ആൺമക്കളൊന്നുമില്ല. അപ്പോ പക്ഷേ അവരുടെ മോളെ ഒരു വലിയ ഫാമിലിയിൽ, ഈ അജിത്തിന്റെ ഫാമിലി നമ്മൾ പറഞ്ഞല്ലോ 3 നിലയൊക്കെയുള്ള വലിയ വീടൊക്കെയാണ്, അപ്പൊ അജിത്തിന്റെ ഫാമിലിയിലേക്ക് കല്യാണം കഴിച്ച് വിട്ടു. എന്തിന്റെ ബേസിസിലാ? ലുക്ക്, അതായത് നല്ല ഭംഗിയായിരുന്നു ഈ നോമിതയെ കാണാൻ. ആ ഒരു കാര്യം കൊണ്ട് മാത്രം അജിത്തിന്റെ വീട്ടിലേക്ക് ഇവരെ കല്യാണം കഴിച്ച് വിടുന്നതിൽ അവര് വിജയിച്ചു. പക്ഷെ ഇങ്ങനെ ഓരോ ചെറിയ കാര്യം വരുമ്പോഴും ഇവരിങ്ങനെ ആവശ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. ഓക്കെ, കാരണം ഇവര് വലിയ വീട്ടിലാണല്ലോ കെട്ടിച്ചു വിട്ടത്, അവർക്ക് പൈസയുണ്ട്, ഇവർക്ക് പൈസ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പൈസയും അങ്ങനെ ഓരോ ആവശ്യങ്ങളും ഒക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. Whenever Ajit sees a new letter from Nomida's mother, he smiles derisively and says, "Why bother to read that? I will go and fill out a money order form." Okay, അപ്പോൾ എപ്പോ ഈ നോമിതയുടെ മദർ ഒരു ലെറ്റർ അയച്ചാലും അജിത്ത് ഇങ്ങനെ ഒന്ന് കളിയാക്കി ചിരിച്ചിട്ട് അജിത്ത് എന്ത് പറയും? എന്തിനാ അത് വായിക്കുന്നത്? ഞാൻ ഇപ്പൊ തന്നെ പോയിട്ട് ഒരു മണി ഓർഡർ ഫോം ഫില്ല് ചെയ്ത് അങ്ങ് അയച്ചേക്കാം എന്നുള്ള രീതിയിൽ. അതായത് നോമിതയുടെ അമ്മ എപ്പോ ലെറ്റർ അയച്ചാലും അത് പൈസ ചോദിക്കാനായിരിക്കും എന്നാണ് അജിത്ത് അവിടെ കളിയാക്കി പറയുന്നത്. Nomida's head sank low with the shame and the insult of it. So, some time ago, out of anger and grief, Nomida forbade her mother from writing to her on postcards. അപ്പോൾ നോമിതയ്ക്ക് അത് കണ്ടപ്പോൾ നോമിതയുടെ തലയൊന്ന് കുനിഞ്ഞു, ഒരു ഷെയിം, ഒരു ഇൻസൾട്ടായി. കാരണം കുറച്ച് നാൾ മുമ്പ് ദേഷ്യവും സങ്കടമൊക്കെ വന്നിട്ട് പോസ്റ്റ് കാർഡിൽ ഇനി ലെറ്റർ എഴുതരുതെന്ന് നോമിതയുടെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. പോസ്റ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, 1 രൂപയ്ക്കൊക്കെ കിട്ടുന്ന ഒരു യെല്ലോ കളർ കാർഡ്. അപ്പൊ അതിലിങ്ങനെ കവറിങ് ഒന്നുമില്ല, ആർക്ക് വേണേലും അത് വായിക്കാം. നമ്മളിങ്ങനെ സാധാ ലെറ്റർ പോലെ പൊട്ടിച്ച് വായിക്കുന്നതല്ല, ആർക്ക് വേണേലും അത് വായിക്കാം. അപ്പൊ ഈ 52 പേരുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ ഫാമിലിയിൽ. അപ്പൊ അതിൽ വേറെ ആര് കണ്ടാലും നോമിതയ്ക്ക് അത് നാണക്കേടല്ലേ. അപ്പൊ നോമിത പറഞ്ഞിട്ടുണ്ടായിരുന്നു പോസ്റ്റ് കാർഡിൽ എഴുതരുതെന്ന്. She thought that from then on she would try to send her a little money, whatever she could pull together in secret. So this was what came of letters in envelopes too. Suddenly, Nomida flames into anger at her mother. അപ്പോൾ നോമിത ഇടയ്ക്കൊക്കെ അവൾക്ക് എന്തെങ്കിലും പറ്റുന്ന രീതിയിൽ കുറച്ച് പൈസയൊക്കെ എടുത്തിട്ട് നോമിത അമ്മയ്ക്ക് ഇങ്ങനെ അയച്ചു കൊടുക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നോമിതയ്ക്ക് പിന്നെ ആ ദേഷ്യം വന്നത് അമ്മയോടാ. കാരണം അമ്മ അങ്ങനെ ലെറ്റർ അയച്ച് എപ്പോഴും പൈസ ചോദിക്കുന്നതുകൊണ്ടാണല്ലോ മറ്റുള്ളവരുടെ മുമ്പിൽ അങ്ങനെ ഒരു നാണക്കേട് വരേണ്ടി വരുന്നത്. വൈ ഡസ് ഷി കീപ് ഓൺ ബെഗിങ് ലൈക്ക് ദിസ്? എന്തിനാണ് എപ്പോഴും ഇങ്ങനെ ബെഗ് ചെയ്യുന്നത്, അതായത് ഇങ്ങനെ യാചിക്കുന്നത് എന്ന് നോമിത ചിന്തിച്ചു. Why won't she let Nomida keep her self-respect, her dignity? No, this time she will write and tell her mother clearly, I cannot do anymore. Don't hope for anything from me. അപ്പോൾ നോമിത ചിന്തിക്കുകയാണ്, എന്തുകൊണ്ടാണ് എൻ്റെ സെൽഫ് റെസ്പെക്റ്റിനെ പറ്റിയോ ഡിഗ്നിറ്റിയെ പറ്റിയോ ഒന്നും ചിന്തിക്കാത്തത്? എനിക്കതൊന്നും ഉണ്ടെന്ന് അമ്മയ്ക്ക് തോന്നുന്നില്ലേ? അപ്പൊ ഇത്തവണ എന്തായാലും ഞാൻ അമ്മയ്ക്ക് ലെറ്റർ എഴുതിയിട്ട് അമ്മയോട് പറയും, ഇനി എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇതാണ് മാക്സിമം ചെയ്യാനുള്ളതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനി എനിക്ക് അമ്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല
എന്ന് പറയണം എന്ന് നോമിത ചിന്തിക്കുക. Right then, Ajit steps in the room after finishing his leisurely Sunday bath. Nomida's sharp indignation at the insult, simmering all this while, seems to want to dash itself violently against him. Nomida rose out. When did this letter arrive? അപ്പം നോമിത ഇങ്ങനെ ഇരുന്നപ്പം അജിത്ത് സൺഡേയിലെ ഇങ്ങനെ ലാവിഷായിട്ടുള്ള കുളിയൊക്കെ കഴിഞ്ഞ് സൺഡേ സമയമുണ്ടല്ലോ, എല്ലാ ദിവസവും ജോലിക്ക് പോകണം, തിരക്കുണ്ട്. അപ്പൊ സൺഡേ ആകുമ്പോൾ വീട്ടിലിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് പതുക്കെ ഇങ്ങനെ നടന്നു വന്നു. അപ്പൊ നോമിതയ്ക്കാണെങ്കിൽ ഇത് കൊടുക്കാത്തതിന്റെ ദേഷ്യവും അമ്മ ഇങ്ങനെ അയക്കുന്നതിന്റെ ഇൻസൾട്ടും എല്ലാം കൊണ്ട് നോമിത എന്ത് പറഞ്ഞു, അജിത്തിനോട് ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, ഈ ലെറ്റർ എപ്പോഴാ വന്നേ എന്ന് ദേഷ്യത്തിൽ ചോദിച്ചു. Ajit glanced at her obliquely, estimating the magnitude of his error. Another handful of cash for this, he had thought, and decided not to give the letter to Nomida. He was going to tear it up and throw it away. He's made a big mistake. Note that Ajit is going to feel abashed about that. അപ്പൊ അജിത്തിന് പിന്നെ അത് കാണുമ്പോ എന്താ തോന്നുന്നേ, അജിത്ത് ഇങ്ങനെ ഒന്ന് നോക്കി നോമിതെ. അപ്പൊ അജിത്തിന്റെ വിചാരം അനദർ ഹാൻഡ്ഫുൾ ഓഫ് ക്യാഷ് ഫോർ ദിസ്, അതായത് പിന്നെയും കുറെ കാശ് ഇതിനു വേണ്ടി. അപ്പൊ അജിത്ത് വിചാരിക്കുന്ന അത് കൊടുക്കണ്ട, നോമിതയ്ക്ക് കൊടുക്കണ്ട, അത് കീറി എങ്ങോട്ടേലും കളഞ്ഞേക്കാം, കാരണം അതിന് പിന്നെയും പൈസ അയക്കാൻ നടക്കണമല്ലോ എന്ന് വിചാരിച്ചാണ് അജിത്ത് അത് കൊടുക്കാഞ്ഞത്. ആസ് ദോ ട്രൈങ് ഹാർഡ് ടു റിമെമ്പർ, ഹി സേസ്, ലെറ്റർ? What letter? Oh, yes, indeed. There was a letter from your mother. I just hadn't got around to giving it to you. അപ്പൊ ആദ്യം അജിത്ത് ഇങ്ങനെ ഓർക്കാത്ത പോലെ ഒന്ന് അഭിനയിച്ചു നോക്കി. ലെറ്ററോ? ഏത് ലെറ്റർ? ഓ ഓക്കെ, നിന്റെ അമ്മ എനിക്കൊരു ലെറ്റർ അയച്ചായിരുന്നു, പക്ഷെ ഞാനത് നിനക്ക് തരാനായിട്ട് മറന്നുപോയി എന്ന് പറഞ്ഞു. Why hadn't you got around to it? Why? Answer me. Why hadn't you got around to it? അപ്പൊ നോമിതയ്ക്ക് ഇങ്ങ് ദേഷ്യം. അപ്പൊ നോമിത എന്ത് പറഞ്ഞു, എന്താ തരാഞ്ഞേ, എന്തുകൊണ്ടാ നിനക്ക് എനിക്കത് തരാൻ പറ്റാഞ്ഞേ, എന്തുകൊണ്ടാ എനിക്ക് അറിയണം, ആൻസർ നീ എന്ന് പറയാണ്. അപ്പം അജിത്തിന് ദേഷ്യമായി ഇത് കേട്ടപ്പോ. വാട്ട് എ ന്യൂസൻസ്, അജിത് സേസ്, ഐ ഫോർഗോട്ടൺ, വാട്ട് എൽസ്. അപ്പൊ അജിത്ത് പറയാണ്, എന്തൊരു കഷ്ടമാണ്, എന്തൊരു ന്യൂസൻസ് ആണ്, ഞാൻ മറന്നുപോയി, അല്ലാണ്ട് എന്തുവാ, ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞു. അപ്പൊ നോമിതയ്ക്ക് ദേഷ്യമായി. നോമിത പറയാം, ലയർ. നോമിത ഹിസസ് ലൈക്ക് എ സ്നേക്ക്. അപ്പൊ നോമിത പറയാണ്, കള്ളൻ. എന്നിട്ട് ഒരു പാമ്പ് ചീറ്റുന്ന പോലെ നോമിത ഇങ്ങനെ ചീറ്റുകയാണ്, അതായത് ദേഷ്യം കൊണ്ട്. വൈ യു സേയിങ് വാട്ട് എവർ കംസ് ടു യുവർ മൗത്ത്, ഡോണ്ട് പീപ്പിൾ ഫോർഗെറ്റ്. അപ്പൊ അജിത്ത് ചോദിക്കുകയാണ്, നീ എന്താ നിനക്ക് ഇങ്ങനെ വായി വരുന്നതെല്ലാം വിളിച്ചു പറയുന്നേ, ആളുകളായാൽ മറക്കത്തില്ലേ, മറവി ഉണ്ടാവില്ലേ? നോ, ദേ ഡോണ്ട്. വൈ ഡിഡ് യു ഓപ്പൺ മൈ ലെറ്റർ? അപ്പം നോമിത പറയും, ഇല്ല, അങ്ങനെ മറക്കത്തില്ല. എന്തിനാ അങ്ങനെയാണ് പിന്നെ എന്റെ ലെറ്റർ തുറന്നത്? This charge Ajit tries to scatter to the winds. What if I opened it, my own wife's letter? അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്ക് അജിത്തിന് ഭയങ്കര ദേഷ്യമായി. അജിത്ത് പറഞ്ഞു, എന്താ പ്രശ്നം, എന്റെ ഭാര്യയ്ക്ക് വരുന്ന ലെറ്റർ തുറന്ന് ഞാൻ വായിച്ചാൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. Be quiet, I tell you. For what reason should you open my letters? Haven't I told you 1,000 times no to? അപ്പോ അജിത്തിനോട് നോമിത പറയാണ്, മിണ്ടാതിരിക്കും, ഞാൻ പറയാം. എന്തിനാണ് എന്റെ ലെറ്റർ നിങ്ങൾ തുറക്കുന്നത്? ഞാനൊരു 10,000 പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അത് തുറക്കരുതെന്ന്, പിന്നെന്തിനാ നിങ്ങൾ തുറന്നത്? Ajit doesn't fear Nomida's anger. He fears a row. So he smiles an affected smile and says, if you are forbidding it, then it's a definite something. Shouldn't I make sure that no one is passing you love letters in secret? അപ്പൊ അജിത്തിന് പേടിയൊന്നുമില്ല നോമിതയുടെ ദേഷ്യത്തിന്. അപ്പൊ അജിത്ത് പറയാണ്, നീ അത് ഒളിച്ചു വെക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ അകത്ത് എന്തോ ഉണ്ട്. അപ്പം നിനക്ക് ആരും ലവ് ലെറ്റർ ഒന്നും തരുന്നതല്ല എന്ന് ഞാനത് ഉറപ്പാക്കണ്ടേ എന്ന് അജിത്ത് ചോദിക്കുകയാണ്. സ്റ്റോപ്പ് ഇറ്റ്, വാട്ട് എ കോമൺ വൾഗർ മാൻ യു ആർ. അപ്പൊ നോമിതയ്ക്ക് ദേഷ്യമായി. നിർത്ത്, നിങ്ങൾ എന്തൊരു കോമൺ ഒരു വൾഗർ മാൻ ആണ് നിങ്ങൾ എന്ന് നോമിത ചോദിക്കുകയാണ്. കാരണം ഇങ്ങനെ സംശയം വരാൻ രീതിയിൽ അവളൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ പുള്ളിക്ക് ഇപ്പോഴും സംശയമാണ്. സ്റ്റോപ്പ് ഇറ്റ്, ഓക്കെ, അത് പറഞ്ഞല്ലോ. ആഫ്റ്റർ ദിസ് ഇറ്റ്സ് നോട്ട് പോസിബിൾ ഫോർ അജിത് ടു സ്മൈൽ ഹിസ് ഫേക്ക് സ്മൈൽ എനി ലോങ്ങർ. അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ അജിത്തിന്റെ ആ കള്ളത്തരത്തിലുള്ള ചിരി പിന്നെ ചിരിക്കാൻ അജിത്തിന് പറ്റുന്നില്ല. Now he too picks up the poison knife. He says, is that so? Those who whine day and night and hold out their palms to their son-in-law, they are the high-class people. A dung picker's daughter becomes a queen and so. അപ്പൊ അജിത്തിന് ദേഷ്യം വന്നു. അജിത്തിനോട് എന്താ പറഞ്ഞത്, ഒരു വൾഗർ മാൻ ആണെന്നല്ലേ പറഞ്ഞത്. അപ്പൊ അജിത്തും എന്ത് ചെയ്തു, പോയിസൺ നൈഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിഷം പറയാൻ തുടങ്ങി.
മോശമായിട്ട് സംസാരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പം അജിത്ത് പറഞ്ഞു, ഓഹോ അത് അങ്ങനെയാണോ, അങ്ങനെയാണെങ്കിൽ ഈ രാത്രിയും പകലും എന്നില്ലാതെ സണ്ണിൻ ലോയുടെ, അതായത് മരുമോന്റെ അജിത്തിന്റെ പൈസയ്ക്ക് വേണ്ടി കൈ നീട്ടിക്കൊണ്ടിരിക്കുന്ന നിന്റെ വീട്ടുകാർ പിന്നെ ഹൈ ക്ലാസ് പീപ്പിൾ ആണോ എന്ന് ചോദിക്കുകയാണ്. പറയാ എ ഡങ് പിക്കേഴ്സ് ഡോട്ടർ ബിക്കംസ് എ ക്യൂൻ ആൻഡ് സോ. അപ്പൊ പറയാണ് ഒരു ഡങ് എന്ന് പറഞ്ഞാൽ ഈ പശുവിന്റെ ഒക്കെ ചാണകം അങ്ങനെയാ. അപ്പം അതെടുക്കുന്ന ഒരാളുടെ മോള് ഒരു ക്യൂനായി, അതിന്റെ പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ നോമിതയുടെ വീട്ടുകാരെ ഇൻസൾട്ട് ചെയ്ത് അജിത്ത് സംസാരിക്കാൻ തുടങ്ങി. ഷട്ട് അപ്പ് നോമിത എൽസ്. അപ്പത്തേക്ക് നോമിതയ്ക്ക് ദേഷ്യമായി, കാരണം വീട്ടുകാരെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നോമിതയ്ക്ക് ഭയങ്കര ദേഷ്യമായി. Their rooms on the third floor, that's a blessing. Otherwise, with that scream, everyone would have come to look. അപ്പൊ അവരുടെ റൂം എവിടെയായിരുന്നു? തേർഡ് ഫ്ലോറിലായിരുന്നു, 3ാമത്തെ നിലയിലായിരുന്നുകൊണ്ട് അതൊരു ബ്ലെസ്സിങ് ആണ്. അല്ലായിരുന്നെങ്കിൽ ആ ഒരു അലർച്ച കാരണം, ഷട്ടപ്പ് എന്ന് പറഞ്ഞ നോമിത ദേഷ്യപ്പെട്ട് പറഞ്ഞ ഒരു അലർച്ച കാരണം എല്ലാവരും വന്നിട്ട് എന്താന്ന് ചോദിച്ചേനെ. അത്രയും സൗണ്ടിലാണ് നോമിത അത് പറഞ്ഞത്. Shut up, Ajit roars out. What shut up? I will do what I want, what I please. What will you do? Can you do anything? അപ്പം അജിത്ത് ചോദിക്കുകയാണ് ഷട്ട് അപ്പ്. അപ്പൊ അജിത്ത് ദേഷ്യത്തിൽ ചോദിക്കുകയാണ്, എന്തിന് ഞാൻ മിണ്ടാതിരിക്കണം? ഞാൻ എനിക്ക് ഇഷ്ടമുള്ള എല്ലാം ചെയ്യും, എനിക്ക് തോന്നുന്ന എല്ലാം ചെയ്യും, നീ എന്ത് ചെയ്യും? നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് അജിത്ത് ചോദിക്കുകയാണ്. ഐ കാൺ ഡു എനിത്തിങ്. അപ്പം നോമിത ചോദിക്കുകയാണ്, എനിക്ക് പറ്റില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. Almost panting, Nomita pronounces each word clearly. You want to see if I can do anything? അപ്പൊ നോമിത ദേഷ്യം വന്നിട്ട് നോമിത ഓരോ വേർഡും ഇങ്ങനെ എടുത്ത് ക്ലിയർ ആയിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ, നിങ്ങൾക്ക് കാണണോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് കാണണോ എന്ന് നോമിത ചോദിക്കുകയാണ്. And immediately she does something that is astonishing. She grabs Ajit's matchbox that's lying near his cigarettes on the table and she lights the matchstick and touches it to her sari. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കാണണമെന്ന് ചോദിച്ചിട്ട് എന്ത് ചെയ്തു? അജിത്തിന്റെ സിഗരറ്റിന്റെ, അജിത്ത് സ്മോക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അജിത്തിന്റെ സിഗരറ്റിന്റെ അടുത്ത് ഒരു മാച്ച് ബോക്സ് കിടപ്പുണ്ടായിരുന്നു, ഒരു തീപ്പെട്ടി കിടപ്പുണ്ടായിരുന്നു. അതെടുത്തിട്ട് അതിങ്ങനെ ഉരച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? നോമിതയുടെ സാരിയില് ടച്ച് ചെയ്തു. ഇൻസ്റ്റന്റ്ലി ഇറ്റ് ഫ്ലെയർസ് അപ്പ്, ദ വെരി ഫൈൻ ആങ്കർ ഓഫ് ദ വെൽത്തി വൈഫ് സാരി. അപ്പൊ എന്താണ് വെൽത്തി വൈഫ് എന്ന് പറഞ്ഞാൽ അജിത്ത് വലിയ ഫാമിലിയിലാണ്. അപ്പൊ അജിത്തിന്റെ ഭാര്യയായിട്ട് ജീവിക്കുമ്പോൾ അത്രയും നന്നായിട്ട് ജീവിക്കുമല്ലോ. അപ്പൊ അത് നല്ല ഡ്രസ്സ്, നല്ല വില കൂടിയ സാരി ഒക്കെ ആയിരുന്നു. അപ്പൊ ആ സാരി പെട്ടെന്ന് കത്തി, കാരണം തീയാണല്ലോ, മാച്ച് ബോക്സ് തീ എല്ലാം നമുക്കറിയാലോ. അപ്പൊ ആ സാരി പെട്ടെന്ന് കത്താൻ തുടങ്ങി. The very next instant, Ajit, have you gone mad? He says, and jumps to her side and grabs the burning patch and slaps it between his hands and put out the fire. അപ്പം അജിത്ത് ചോദിച്ചു, നിനക്ക് വട്ടായോ എന്ന് പറഞ്ഞിട്ട് ചാടി വന്നിട്ട് ആ കത്തിക്കൊണ്ടിരിക്കുന്ന ആ സാധനം എടുത്തിട്ട് കൈയുടെ ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ തീ കെടുത്താൻ ശ്രമിക്കുമല്ലോ, അതുപോലെ തീ കെടുത്തി. And to tell the truth, now he is a little afraid. He looks fearfully at Nomita's face. അപ്പൊ അജിത്തിന് കുറച്ചൊരു പേടിയായി. എന്നിട്ട് അജിത്ത് എന്ത് ചെയ്തു? ഇങ്ങനെ പേടിച്ചിട്ട് നോമിതയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി. സീസ് എ ഫയർ ബേണിംഗ് there, bright blazing red. അപ്പൊ അജിത്ത് സാരിയിലെ തീ കെടുത്തി, പക്ഷെ നോമിതയുടെ മുഖത്തും അജിത്ത് ഒരു തീ കണ്ടു. ഒരു ബ്രൈറ്റ് ബ്ലേസിംഗ് റെഡില് ഒരു തീ നോമിതയുടെ മുഖത്ത് കണ്ടു. അതായത് നോമിതയുടെ ദേഷ്യത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. He doesn't have the courage to put out that fire by slapping it between his hands. So he tries to pour water on it. With a great difficulty, he attempts to speak normally. You lose all common sense when you get angry, don't you? A woman and such anger. Oof. അപ്പോൾ ഈ മറ്റേ തീ ഇങ്ങനെ കെടുത്തി, ശരിക്കുള്ള തീ, സാരിയിൽ പിടിച്ച തീ കൈയുടെ ഇടയ്ക്ക് വെച്ചിട്ട് അത് കെടുത്തി. പക്ഷെ നോമിതയുടെ മുഖത്ത് തീ അങ്ങനെ കെടുത്താനുള്ള ഒരു ഇത് അജിത്തിന് അതിനുള്ള ഒരു ധൈര്യമില്ല. അപ്പൊ കുറച്ച് വെള്ളം ഒഴിക്കാൻ തീരുമാനിച്ചു. വെള്ളം ഒഴിക്കാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞാൽ റിയൽ വാട്ടർ ഒഴിക്കാൻ എന്നല്ല, ഒന്ന് തണുപ്പിച്ച് സംസാരിക്കാൻ വേണ്ടി. അപ്പൊ അജിത്ത് ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് നോർമലായിട്ട് സംസാരിക്കാൻ ശ്രമിച്ചു. അപ്പൊ അജിത്ത് പറയാ, ഓ നിനക്ക് ദേഷ്യം വരുമ്പോഴത്തേക്കും നിനക്ക് എല്ലാ കോമൺ സെൻസ് ഒക്കെ അങ്ങ് നഷ്ടപ്പെടും. ഓ വുമൺ ആൻഡ് സച്ച് ആങ്കർ. ഉഫ്, അതായത് ഒരു സ്ത്രീ എന്നിട്ട് ഇത്രയും ദേഷ്യം എന്ന് പറയാണ് അജിത്ത്. Who knows that Nomita would have said next, but right then her knees
Rini steps into the room. ഓക്കെ, അപ്പൊ അടുത്തത് നോമിത എന്താണ് പറയാൻ പോകുന്നതെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല, കാരണം അത്രയും ദേഷ്യത്തിൽ നിൽക്കുവാണ്. പക്ഷെ അപ്പത്തേക്ക് എന്ത് സംഭവിച്ചു? റിനി എന്ന് പറഞ്ഞിട്ടുള്ള അവളുടെ നീസ് റൂമിലേക്ക് വന്നു. Immediately she says piercingly, "So, Kurima, how much longer does the washerman have to wait? If you don't want to give him any of your clothes, at least tell him that." അപ്പം അവര് പറയാണ്, ഇത്രയും നേരമായില്ലേ, എന്താ ഇങ്ങനെ ഇത്രയും സമയം എടുക്കുന്നത്, ഇത്രയും സമയം അലക്കുകാരനെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്ന എന്തിനാ? നിങ്ങൾക്കൊന്നും കൊടുക്കാനില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവനോടൊന്ന് പറഞ്ഞു വിട് എന്ന് പറയാണ്. For a second or two, Nomita is still, perhaps recalling the washerman's face waiting for her downstairs. Then she picks up the dirty clothes and starts sorting them. She says in a calm tone, "Go tell him I'm coming. I'm bringing the clothes." അപ്പോൾ ഒരു 2 സെക്കൻഡ് നോമിത സ്റ്റില്ലായിട്ട് നിന്നു, കാരണം പെട്ടെന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്നൊരു മാറ്റം വന്നപ്പോഴത്തേക്ക് നോമിത ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു. അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് വാഷർമാന്റെ മോഹൻ നോമിതയുടെ മനസ്സിലേക്ക് വന്നു, താഴെ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? നോമിത പിന്നെ അവിടെ ഇട്ടിരുന്ന ഡേർട്ടി ക്ലോത്ത്സ് ഒക്കെ എടുത്ത് സോർട്ട് ചെയ്ത് അതൊക്കെ എടുത്തിട്ട് ഒരു കാം ടോണിൽ, സാധാരണ സംസാരിക്കുന്ന പോലെ നോർമൽ ആയിട്ടൊരു ടോണിൽ പറഞ്ഞു, "ഓക്കെ, പറ, ഞാൻ വരുന്നുണ്ടെന്ന് പറ, ഞാൻ തുണിയും കൊണ്ട് ഇപ്പൊ വരാം" എന്ന് പറഞ്ഞു. നോമിത speaks her mind, so no one attacks her outright to her face, then only pinch her with sharp words. Her second sister-in-law is almost exhausted with work this morning, and seeing her, she puts a twisted smile on her sweat-streaked face and says, "Well, that's something. At least you finally decided to come down from upstairs. Baba, there is no good or bad time for you. You find the smallest excuse to go into your room and get cozy with your husband. Does the love talk never get old?" അപ്പോൾ ഈ വന്ന ആള് ജോലി ചെയ്ത് ക്ഷീണിച്ചു, രാവിലെ മുതൽ കിച്ചണിൽ ജോലി ചെയ്ത് ക്ഷീണിച്ചിട്ട് പറയാണ്, ഒരു കളിയാക്കി ഒരു ചിരിയോടെ പറയാണ്, "ഓക്കെ, എപ്പോ സമയം കിട്ടിയാലും അതിന് മുമ്പ് പറയാണ്, "ഓക്കെ, എന്തായാലും താഴേക്ക് വരാൻ ശ്രമിച്ചല്ലോ, താഴേക്ക് വരാന്ന് പറഞ്ഞല്ലോ, ഡ്രസ്സ് കൊടുക്കാനെങ്കിലും, അത് നല്ല കാര്യം. എന്നാ എപ്പോ സമയം കിട്ടിയാലും കുഞ്ഞൊരു എക്സ്ക്യൂസ് ഉണ്ടെങ്കിൽ നേരെ റൂമിലേക്ക് പോയിട്ട് ഹസ്ബൻഡുമായിട്ട് സംസാരിച്ചിരിക്കുകയാണ് നോമിതയുടെ പണി. നിങ്ങളുടെ ലവ് ടോക്ക് ഒരിക്കലും അവസാനിക്കത്തില്ലേ എന്നാണ് ചോദിക്കുന്നത്." ഇവരിവിടെ ഇത്രയും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, അവരറിയുന്നില്ലല്ലോ. അപ്പൊ ചോദിക്കുകയാണ്, ഒരിക്കലും അവസാനിക്കില്ലേ എന്നാണ് നോമിതയോട് ചോദിക്കുന്നത്. Nomita looks around once to get a sense of the atmosphere. She sees the hurly-burly of the morning, sees the forest of people on either side. Her voice must not tremble. She too smiles a small smile and says in an extremely soft voice, "Oh, it's nothing like that. You should come and peek in sometime. Our talk is all angry talk. Do you know?" അപ്പൊ നോമിതയ്ക്ക് അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് മനസ്സിലായില്ല. അപ്പൊ അറ്റ്മോസ്ഫിയർ, ചുറ്റുപാടൊക്കെ മനസ്സിലാക്കാൻ നോമിത കുറച്ച് സമയം എടുത്തു. അപ്പൊ അതൊരു തിരക്കുള്ള ഒരു മോർണിംഗ് ആണ്, ഒരു പ്രഭാതമാണ്. അപ്പൊ രണ്ട് സൈഡിലും കുറെ ആൾക്കാരൊക്കെ പോകുന്നു. അപ്പം നോമിതയുടെ പറയുമ്പോൾ ശബ്ദം വിറയ്ക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ആദ്യം ഒന്ന് ചിരിച്ചിട്ട് ഒരു സോഫ്റ്റ് വോയിസ്, എക്സ്ട്രീംലി സോഫ്റ്റ് വോയിസിൽ പറഞ്ഞു, "അയ്യോ, അങ്ങനെയൊന്നും ഇല്ല, നിങ്ങൾ വന്ന് കേൾക്കണമായിരുന്നു. ഞങ്ങളുടെ ടോക്ക് ഒന്നും അങ്ങനെ ലവ് ടോക്ക് ഒന്നും അല്ല, എല്ലാം ആംഗ്രി ടോക്കാണ്, ദേഷ്യപ്പെട്ടുള്ള സംസാരമാണ്, നിനക്കറിയാവോ" എന്ന് ചോദിച്ചു. മെജോ വൈഫ് ലാസ്റ്റ്. ഓക്കെ, ഇവിടെ മെജോ വൈഫിന്റെ മീനിങ് ഒക്കെ ലാസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അപ്പൊ നിങ്ങൾക്ക് അത് നോക്കാൻ പറ്റും. മെജോ വൈഫ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓൾഡസ്റ്റ് ബ്രദേഴ്സ് വൈഫ് എന്നാണ്. ഓക്കെ, മെജോ വൈഫ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓൾഡസ്റ്റ് ബ്രദേഴ്സ് വൈഫ്. ഓക്കെ, അപ്പോ മെജോ വൈഫ് ലാവ്സ് ഹൂ ആൻഡ് സേസ്, "സ്റ്റോപ്പ് ഇറ്റ്, നോ വൈഫ്." അപ്പോ നോ വൈഫിന്റെ മീനിങ്ങും താഴെയുണ്ട്. നോ വൈഫ് എന്ന് പറഞ്ഞാൽ ഫോർത്ത് ഓൾഡസ്റ്റ് ബ്രദേഴ്സ് വൈഫ്. ഇവരൊക്കെ തമ്മിലുള്ള ഒരു ബന്ധം എന്താന്ന് പറയാണ് കേട്ടോ, ഈ നോ വൈഫ് എന്ന് പറഞ്ഞാലും മെജോ വൈഫ് എന്നൊക്കെ പറഞ്ഞാല്. അതിങ്ങനെ മോളിൽ നമ്പർ 3, 4 എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ മീനിങ്സ് ടെക്സ്റ്റിന്റെ അടുത്ത പേജിലുണ്ട്. "Don't cover up the forbidden fish with your tear spinach. We haven't been raised on donkey grass. Why do we need to peek in? What you are showing us right in front of our eyes 24 hours a day." അപ്പോ അവര് ചിരിക്കുകയാണ്, എന്ന് പറഞ്ഞിട്ട് ചിരിക്കുകയാണ്. "എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നേ? ഇങ്ങനെ കവർ ചെയ്ത് സംസാരിക്കാൻ ശ്രമിക്കണ്ട." അപ്പൊ എന്താണ് ഇങ്ങനെ മീൻ നിങ്ങൾ ചീര വെച്ച് മൂടി വെക്കാൻ ശ്രമിക്കണ്ട, അതായത് യഥാർത്ഥ കാര്യം നിങ്ങൾ കള്ളത്തരം പറഞ്ഞത് മറയ്ക്കാൻ ശ്രമിക്കണ്ട.
ഞങ്ങളൊക്കെ ഡോങ്കി ഗ്രാസിലാണോ റേസ് ചെയ്തെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? ഞങ്ങളൊക്കെ മണ്ടരാന്നാണോ നിങ്ങൾ വിചാരിച്ചത്? ഞങ്ങൾ എന്തിനാ വന്ന് അവിടെ വന്ന് ഒളിഞ്ഞു വന്നോ അല്ലെങ്കിൽ അകത്ത് വന്ന് കേൾക്കുന്നത്? നിങ്ങൾ ഞങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ എപ്പോഴും കാണിക്കുന്ന കാര്യമല്ലേ, 24 hours നിങ്ങൾ കാണിക്കുന്ന കാര്യമല്ലേ, അപ്പൊ ഞങ്ങൾക്ക് അറിയാം എന്നുള്ള രീതിയിൽ പറയാം. നോമിത laughs a laugh that can bring an attractive flush to a white face. After laughing that laugh, she says, "Go on, you say the naughtiest things." അപ്പൊ നോമിത ഒരു ചിരി ചിരിച്ചു. കാരണം അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് നോമിതയ്ക്ക് അറിയാം, പക്ഷെ ഇവർ വിശ്വസിക്കുന്നില്ല. ആൻ അട്രാക്റ്റീവ് ഫ്ലഷ് ടു എ വൈറ്റ് ഫേസ്. അപ്പോൾ അവള് നല്ല സുന്ദരിയായിരുന്നു എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ഈ വീട്ടിലേക്ക് കല്യാണം കഴിച്ച് കൊണ്ടുവന്നത്. അപ്പോൾ അത് ആ ഒരു വൈറ്റ് ഫേസിന് നല്ല ഭംഗിയാകുന്ന രീതിയിലുള്ള ഒരു അട്രാക്റ്റീവ് സ്മൈലാണ് അവൾ ചിരിച്ചത്. ആഫ്റ്റർ ലാഫിംഗ് ദാറ്റ് ലാഫ് ഷീ സേസ്, "ഗോ ഓൺ, യു സേ ദ നോട്ടിയസ്റ്റ് തിങ്സ്." അപ്പോൾ അത് ചിരിച്ചിട്ട് അവൾ പറഞ്ഞു, "ഓ, നീ എപ്പോഴും ഇങ്ങനത്തെ നോട്ടി ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ പറയുന്നത്" എന്ന് പറഞ്ഞു. The busy borrow wife runs up. "Have you chopped the vegetables yet? Or are you just telling stories?" And suddenly she stops and starts. "What's that? What's this unlucky thing? No, wife? How did you burn your ankle that way?" അപ്പം ഇവര് ഭയങ്കര ബിസി ആണല്ലോ. അത്രയും വലിയ വീടാണ്, 52 ആൾക്കാരുണ്ട്, അവർക്ക് ഫുഡ് ഉണ്ടാക്കണം. അപ്പൊ ചോദിക്കുകയാണ്, ഇതുവരെ വെജിറ്റബിൾസ് അരിഞ്ഞ് കഴിഞ്ഞില്ലേ, ഇപ്പോഴും കഥ പറഞ്ഞുകൊണ്ട് നിൽക്കുവാണോ? എന്നിട്ട് പെട്ടെന്ന് നിർത്തിയിട്ട് ചോദിക്കുകയാണ്, അയ്യോ അതെന്ത് പറ്റി, അതെന്ത് ഒരു അൺലക്കി കാര്യമാണല്ലോ, ഇത് എങ്ങനെയാണ് ഈ സാരി കത്തിയത് എന്ന് ചോദിക്കുകയാണ്. നേരത്തെ നോമിത മാച്ച് ബോക്സ് എടുത്ത് കത്തിച്ചില്ലേ, അപ്പൊ അത് എങ്ങനെയാണ് കത്തിയതെന്ന് ചോദിക്കാം. നോമിത ടു സ്റ്റാർട്ട്സ്, ബട്ട് ഓൺലി ഫോർ എ മൊമെന്റ്. ദ നെക്സ്റ്റ് ഇൻസ്റ്റന്റ് she folds the ankle back quickly and says, laughing, "Oh, don't remind me. It's exactly what you keep warning me about. I didn't listen. And see what happened? I used my ankle to lift a hot pot of water off the stove, and that did it." അപ്പോൾ നോമിത പെട്ടെന്നൊന്ന് ഇതായി, എന്ത് പറയുന്നു. പക്ഷെ നോമിത പെട്ടെന്ന് പറഞ്ഞു, എപ്പോഴും എന്നെ വാൺ ചെയ്യുന്ന കാര്യമാണ്, അതായത് എപ്പോഴും എന്നോട് സൂക്ഷിക്കണമെന്ന് പറയുന്ന ഒരു കാര്യം തന്നെയാണ്, പക്ഷെ ഞാനത് കേൾക്കാറില്ല. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാൻ ഈ സാരിയുടെ അറ്റം വെച്ചിട്ട് ഒരു പാത്രം ചൂട് വെള്ളം സ്റ്റൗവിൽ നിന്ന് എടുത്തതാ. ഓക്കെ, ഈ സാരിയുടെ അറ്റം വെച്ചിട്ട് ഒരു ചൂട് പാത്രം വെള്ളം, ഒരു പാത്രം തിളച്ച വെള്ളം സ്റ്റൗവിൽ നിന്ന് എടുത്തപ്പോ എന്തു പറ്റി, അങ്ങനെ തീ പിടിച്ചതാണെന്ന് നോമിത പറഞ്ഞു. Nomita pulls the basket of potatoes towards herself and sits down to peel potatoes. And in her mind, she keeps thinking about how she might be able secretly to send her mother a few rupees. She can't really write to her. "I can't do any more. Don't offer anything from me." അപ്പൊ നോമിത എന്ത് ചെയ്തു, പൊട്ടറ്റോ ബാസ്ക്കറ്റ് ഈ നോമിതയുടെ അടുത്തേക്ക് വാങ്ങിച്ചിട്ട് നോമിത അവിടെ ഇരുന്നിട്ട് പൊട്ടറ്റോ പീൽ ചെയ്യാൻ തുടങ്ങി, പൊട്ടറ്റോയുടെ തൊലി കളയാൻ തുടങ്ങി. പക്ഷെ പൊട്ടറ്റോ തൊലി കളയുകയാണെങ്കിലും നോമിതയുടെ മനസ്സിൽ നോമിത എന്താ ചിന്തിക്കുന്നത്, എങ്ങനെയാണ് എൻ്റെ അമ്മയ്ക്ക് കുറച്ച് പൈസ കൊടുക്കാൻ പറ്റുക, ഇങ്ങനെയെങ്കിലും സീക്രട്ട് ആയിട്ട് എനിക്ക് കുറച്ച് അയക്കാൻ പറ്റുമോ? അപ്പോൾ നോമിത നേരത്തെ പറഞ്ഞ എന്താ, എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തു എന്നൊക്കെ പറയണം എന്നാണ് നോമിത വിചാരിച്ചത്. പക്ഷെ നോമിത ഇപ്പൊ ചിന്തിക്കുകയാണ്, എനിക്ക് അങ്ങനെ ഒരിക്കലും എഴുതാൻ പറ്റില്ല, അമ്മയ്ക്ക് അങ്ങനെ ഒരു ലെറ്റർ അയക്കാൻ നോമിതയ്ക്ക് പറ്റില്ല. Over there, the entire village knows Nomida is a queen. Nomida's husband is high-minded, large-hearted. അപ്പോൾ അമ്മ താമസിക്കുന്ന വില്ലേജില്, നോമിതയുടെ വീട്ടില്, അതായത് നോമിത അമ്മയുടെ അമ്മ താമസിക്കുന്ന സ്ഥലത്ത്, ആ വില്ലേജിലുള്ളവർക്ക് എല്ലാം അറിയാം നോമിത ഒരു ക്വീൻ ആണ്. അതായത് ഇത്രയും വലിയൊരു ഫാമിലിയിലെ മരുമോളായിട്ടാണ് കെട്ടിച്ചു വിട്ടേക്കുന്നത്. പിന്നെന്താ, നോമിതയുടെ ഹസ്ബൻഡ് ഹൈ മൈൻഡഡ്, ലാർജ് ഹാർട്ടഡ്. അവരുടെ എല്ലാം മുമ്പിൽ നോമിത എങ്ങനെയാ പറഞ്ഞേക്കുന്നത്, ഹൈ മൈൻഡഡ് ആണ്, ലാർജ് ഹാർട്ടഡ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ദിസ് ഈസ് പ്രിസൈസ്ലി വൈ ഐ കമ്പയർ വിമൻ ടു മാച്ച് ബോക്സസ്. അപ്പോൾ എന്താണ്, ഇതാണ് ഞാൻ വിമനെ മാച്ച് ബോക്സുമായിട്ട് കമ്പയർ ചെയ്യാനുള്ള കാരണം. Even when they have the materials within themselves to set off many raging fires, they never flare up and burn away the mask of men's high-mindedness, their large-heartedness. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്, ഇതുകൊണ്ടാണ് ഞാൻ വിമനെ എന്താ മാച്ച് ബോക്സുമായിട്ട് കമ്പയർ ചെയ്തേക്കുന്നത്. അപ്പൊ അവർക്ക് എന്താ, ഈ മാച്ച് ബോക്സ് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ അതിനുള്ളിൽ ഒരു വലിയ കാട് കത്തിക്കാനുള്ള അല്ലെങ്കിൽ വലിയൊരു ഡിസാസ്റ്റർ ഉണ്ടാക്കാൻ പറ്റിയ പോലത്തെ തീ ഈ കുഞ്ഞു മാച്ച് ബോക്സിന്റെ അകത്തുണ്ട്. അപ്പോ ഈ അതുപോലെ തന്നെ ഈ സ്ത്രീകളുടെ അകത്തും എന്താ, ഈ പുരുഷന്മാരുടെ മാസ്ക് വലിച്ചു കീറാൻ പറ്റിയ, അതായത് അവരുടെ ഹൈ മൈൻഡഡ്നെസ്, അതായത് അവർ വലിയ മനസ്സുള്ളവരാണ്, ലാർജ് ഹാർട്ടഡ്, അതായത് ഭയങ്കര വിശാല മനസ്കരാണ്,
ആർക്കും എന്ത് സഹായവും ചെയ്യും, എന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവര് നല്ല ആൾക്കാരാണ് എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുന്ന ആ ഒരു മുഖംമൂടി വലിച്ചു കീറാൻ അല്ലെങ്കിൽ അത് കത്തിക്കാനുള്ള ഒരു ഫ്ലെയിം എല്ലാ സ്ത്രീകൾക്കുള്ളിലും ഉണ്ട്. പക്ഷെ എന്താ, അവരത് ചെയ്യുന്നില്ല. ഓക്കെ, ഈ മാച്ച് ബോക്സ് ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന പോലെ നമ്മുടെ കിച്ചണിലോ ഒക്കെ ഇങ്ങനെ അത് ഒതുങ്ങിയിരിക്കുന്ന പോലെ തന്നെ സ്ത്രീകളും അത് ചെയ്യുന്നില്ല. ഓക്കെ, ദേ ഡോണ്ട് ബേൺ അവേ ദെയർ ഓൺ കളർഫുൾ ഷെൽസ്. അപ്പൊ അവരൊരിക്കലും അവരുടെ ആ ഒരു കളർഫുൾ ഷെല്ല് ബ്രേക്ക് ചെയ്യുകയോ കത്തിക്കുകയോ ചെയ്യുന്നില്ല. ഓക്കെ, ഇപ്പൊ നോമിതയ്ക്ക് വേണമെങ്കിൽ നോമിതയുടെ അമ്മയോട് പറയാം, അമ്മ വിചാരിക്കുന്ന പോലെ അല്ല, അജിത്ത് പൈസ ഒന്നും തരത്തില്ല, എപ്പോഴും എന്നെ ഇങ്ങനെ കളിയാക്കുകയാണ്. അല്ലെങ്കിൽ വില്ലേജേഴ്സിനോട് പറയാം, പൈസ ഉണ്ടെന്നേ ഉള്ളൂ, എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുകയാണ് എന്ന് പറയാമെങ്കിലും നോമിത പറയുന്നില്ല. ഓക്കെ, അതാണ് മാച്ച് ബോക്സുമായിട്ട് കമ്പയർ ചെയ്യാനുള്ള റീസൺ. ദേ വോണ്ട് വാണ്ട് ദം, ദ മെൻ നോസ് ഇറ്റ് ടു. അപ്പോൾ എന്താ, അവരൊരിക്കലും അവരെ ബേൺ ചെയ്യില്ല, അതായത് അവരുടെ ആ ഒരു മുഖംമൂടി ഒരിക്കലും ഇവര് കളയില്ല. ദ മെൻ നോസ് ദിസ് ടു. അപ്പൊ പുരുഷന്മാർക്കും അത് അറിയാം. ഓക്കെ, ഒരിക്കലും ഇവര് നിങ്ങൾ എന്തൊക്കെ കാണിച്ചാലും ഇവരൊന്നും ആരോടും ചെന്ന് പറയാൻ പോകുന്നില്ല എന്ന് അവർക്കും അറിയാം. ദാറ്റ്സ് വൈ ദേ ലീവ് ദം സ്കാറ്റേർഡ് സോ കെയർലെസ്ലി ഇൻ ദ കിച്ചൺ, ഇൻ ദ പാൻട്രി, ഇൻ ദ ബെഡ്റൂം, ഹിയർ ദെയർ എനിവെയർ. അപ്പൊ അതുകൊണ്ടാണ് അവരിങ്ങനെ കെയർലെസ് ആയിട്ട് അവരുടെ കിച്ചണിലും പാൻട്രിയിലും ബെഡ്റൂമിലും അവിടെയും ഇവിടെയും ഒക്കെ ഇടുന്നത്. അതായത് നമ്മളൊരു മാച്ച് ബോക്സിന് ഇത്രയും പവർഫുൾ ആയിട്ടും നമ്മൾ മാച്ച് ബോക്സ് ശ്രദ്ധിക്കാതെ അവിടെയും ഇവിടെ ഒക്കെ ഇട്ടിട്ട് കിച്ചണിലിടും, അത് കാണാതെ പോവും. അങ്ങനെ ചെയ്യുന്നത് പോലെ സ്ത്രീകളോടും ചെയ്യുന്നത് ഇതുകൊണ്ടാണ്. കാരണം അവർക്കറിയാം ഇവരൊന്നും പറയാൻ പോകുന്നില്ലെന്ന്. ക്വയറ്റ് വിത്തൗട്ട് ഫിയർ ദേ പുട്ട് ദം ഇൻ ദർ പോക്കറ്റ്. ഒരു പേടിയില്ലാതെ അവരവരുടെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കുന്നു. നമുക്കിപ്പോ ഒരു മാച്ച് ബോക്സ് എടുത്താൽ അയ്യോ തീ എന്ന് നമുക്ക് പേടിയുണ്ടോ? ഇല്ല. തീ കത്തുന്ന കണ്ടാൽ നമുക്ക് പേടിയുണ്ട്, കൈ പൊള്ളും അല്ലെങ്കിൽ നമുക്ക് പൊള്ളും, അത് തീ ആളി കഴിഞ്ഞാൽ പ്രശ്നമാണ്. പക്ഷെ ഒരു മാച്ച് ബോക്സ് കണ്ടാലോ നമ്മൾ പോക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കും. അതുപോലെ തന്നെയാണ് സ്ത്രീകളോടുള്ള ഒരു പെരുമാറ്റം അല്ലെങ്കിൽ അവരോടുള്ള ഒരു മനോഭാവം. അതുകൊണ്ടാണ് ഈ ചാപ്റ്ററിന് മാച്ച് ബോക്സ് എന്ന പേര് കൊടുത്തതും മാച്ച് ബോക്സിനെയും സ്ത്രീകളെയും തമ്മിൽ റൈറ്റർ കമ്പയർ ചെയ്യുന്നതും. അപ്പൊ ഇതൊരു ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു വേർഷൻ ആണ്, ട്രാൻസ്ലേറ്റഡ് ഫ്രം ബംഗാളി ബൈ പ്രസേൻജിത്ത് ഗുപ്ത. ഓക്കെ, അപ്പം ബംഗാളിൽ നിന്ന് ബംഗാൾ ഭാഷയിലാണ് ഇത് എഴുതിയിരുന്നത്. അപ്പൊ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണിത്. ശരിക്കും ഇത് ബംഗാളി ലാംഗ്വേജിലായിരുന്നു ഇത് എഴുതിയിരുന്നത്. അപ്പൊ നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഇത് ഒരു വിമൻ എംപവർമെന്റിന്റെ ഒരു ചാപ്റ്റർ തന്നെയായിരുന്നു. ഇതിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ ഒത്തിരി ലെങ്ത് ആയി പോകും. അപ്പൊ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ചാപ്റ്റർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ചാപ്റ്റർ മനസ്സിലായി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ എളുപ്പമാണ്. നമുക്ക് കുറച്ച് കോമൺ സെൻസ് ഒക്കെ യൂസ് ചെയ്ത് ചുമ്മാ നമ്മുടെ കുറച്ച് നമ്മുടെ ഒരു കഴിവുകളൊക്കെ വെച്ചിട്ട് ചുമ്മാ അങ്ങ് എഴുതിയാൽ മതി ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. നമുക്ക് അതിനെപ്പറ്റി വീഡിയോ ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കമന്റ്സ് എന്തെങ്കിലും ഡൗട്ട് ആണെങ്കിൽ അപ്പൊ തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ക്ലിയർ ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പൊ നമുക്ക് ഒരു അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ.